സ്റ്റുഡൻസ് ഫോർത്ത് സെമസ്റ്റർ BBAയുടെ ഇന്ന് നടന്നിട്ടുള്ള കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ആണ്. ഇതിൽ നമുക്ക് ഫസ്റ്റ് 15 ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് മെൻറ്റ് ബൈ കോസ്റ്റ്, എന്തിനാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് മെൻറ്റ് ബൈ ബഫർ സ്റ്റോക്ക് എന്താണെന്നുള്ളത്, ഡയറക്റ്റ് മെറ്റീരിയൽ എന്താണെന്നുള്ളത്, VED അനാലിസിസ് അതായത് വൈറ്റൽ എസെൻഷ്യൽ ഡിസൈറബിൾ അനാലിസിസ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ഓവർ ഹെഡ്. ആറാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മെൻറ്റ് ബൈ സ്റ്റോഴ്സ് ലെഡ്ജർ എന്താണെന്നുള്ളത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റം. എട്ടാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ലേബർ ടേൺ ഓവർ. ഒൻപതാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് പത്താമത്തെ ക്വസ്റ്റ്യനിൽ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ബഡ്ജറ്റ് വരുന്നതിൽ ഒന്നാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. ABC അനാലിസിസ് എന്താ ചോദിച്ചിട്ടുണ്ട്. നേരത്തെ VED അനാലിസിസ് ചോദിച്ചു, ഇപ്പോൾ ABC അനാലിസിസ് ചോദിച്ചിട്ടുണ്ട്. 12ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ബ്രേക്ക് ഈവൻ പോയിന്റ്. 13ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് ബഡ്ജറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് മാർജിൻ ഓഫ് സേഫ്റ്റി. അതേപോലെ തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ബഡ്ജറ്ററി കൺട്രോൾ. ആദ്യത്തെ ഒരു പാർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് പോർഷനിൽ ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡിൽ പാർട്ട് ബിയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളോട് ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റ് ഏൺഡും ബ്രേക്ക് ഈവൻ സെയിൽസും തന്നിട്ട് ആക്ച്വൽ സെയിൽസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 17ാമത്തെ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ഫോർ ഈച്ച് മെറ്റീരിയൽ മാക്സിമം ലെവൽ, മിനിമം ലെവൽ, ഓർഡറിംഗ് ലെവൽ, അങ്ങനെ ആ 3 ലെവലാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ തന്നിട്ട്. 18ാമത്തെ ക്വസ്റ്റ്യനിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, വളരെ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണത്. 19ാമത്തേൽ സ്റ്റോർ കീപ്പിംഗ് എന്താ ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ചോദിച്ചിട്ടുണ്ട്. 20ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് മെൻറ്റ് ബൈ സ്പോയിലേജ് ആൻഡ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണ് സ്പോയിലേജ്, അപ്പോൾ എങ്ങനെയാണ് അക്കൗണ്ട്സിലത് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. 21ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം വെൻ ഇറ്റ് ഈസ് യൂസ്ഡ്, എന്താണ് പീസ് റേറ്റ് സിസ്റ്റം, എപ്പോഴാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഫാക്ടറി ഗ്യാരണ്ടീഡ് വേജസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹1,800 per hour are paid in 48-hour work. By time and motion study, it's estimated that to manufacture 1 unit of a particular product 20 minutes. 20 മിനിറ്റ് ആണ് എടുക്കുന്നത്. ടൈം അലൗ ചെയ്തിരിക്കുന്നത് 25% ഇൻക്രീസ് ചെയ്യണം ഡ്യൂറിങ് 1 വീക്ക്. അബ്രഹാം പ്രൊഡ്യൂസ്ഡ് 180 യൂണിറ്റ്സ്, 180 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളോട് അവരുടെ വേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ടൈം റേറ്റിലും അതേപോലെ തന്നെ പീസ് റേറ്റിലും എങ്ങനെയാണ് വേജ് വരുന്നതെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 23ാമത്തെ ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർ ഹെഡും ഓഫീസ് ഓവർ ഹെഡും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ഒരു ആദ്യത്തെ സെക്ഷനെ അപേക്ഷിച്ച് നോക്കുമ്പം ചിലപ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് തന്നെ ചെയ്യാൻ ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ആദ്യത്തെ ഒരു 3-4 ക്വസ്റ്റ്യനൊക്കെ നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇനി പാർട്ട് സിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ എസ്എ ക്വസ്റ്റ്യൻ, ആദ്യത്തേത് തിയറിയാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഒരു ഫാക്ടറിയുടെ ഓപ്പണിംഗ് ബാലൻസും എത്രയാണ് സ്റ്റോറിന് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അങ്ങനെ ഓരോ ഡേറ്റിന് ഇഷ്യൂ ചെയ്തതും റിസീവ് ചെയ്തതും ഓരോ യൂണിറ്റ് റിട്ടേൺ ചെയ്തതും അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ട് നമ്മളോട് FIFO മെത്തേഡ് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഷോർട്ടേജ് ഓഫ് 5 യൂണിറ്റ്സ് ഓൺ 15th 5 യൂണിറ്റ് ഷോർട്ടേജ് ഉണ്ട്. 27th 8 യൂണിറ്റും ഷോർട്ടേജ് ഉണ്ട്. FIFO മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയായിരുന്നു FIFO മെത്തേഡ്. അതിലത്തെ ഒന്നാണ് ചോദിച്ചിരിക്കുന്നത്. 26ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് LIFO മെത്തേഡാണ്. രണ്ടും സിമ്പിളായിട്ടൊരു മെത്തേഡാണ്. ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ രണ്ടും ചോദിച്ചിട്ടുണ്ട്. സാധാരണ ഇതിലേതെങ്കിലും ഒരു മെത്തേഡൊക്കെയാണ് ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കുന്നത്, പക്ഷേ ഇത് 2 മെത്തേഡുമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിലും നമുക്ക് കുറച്ച് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ്
തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ലിഫോ മെത്തേഡാണ്. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഫോളോയിങ് ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ഫ്രം ദ റെക്കോർഡ്സ് ഓഫ് ABC കമ്പനി ലിമിറ്റഡ്. കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. റോ മെറ്റീരിയൽസും ഫാക്ടറി ഓവർഹെഡും വേജും പർച്ചേസും വർക്ക് ഇൻ പ്രോഗ്രസ്സും റോ മെറ്റീരിയൽസിന് ഓരോ ഡേറ്റിനുള്ളതും സെല്ലിങ്ങും അഡ്മിനിസ്ട്രേഷനും സെയിൽസും തന്നിട്ട് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ എപ്പോഴും ഓരോന്നിനും എസ്എ ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഓരോ എസ്സേ ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ. പക്ഷേ ഇപ്രാവശ്യം വളരെ സിമ്പിളായിട്ട് തന്നെ, അതായത് അതിൻ്റെ തിയറി നല്ല രീതിയിൽ പഠിച്ചൊരു കുട്ടിക്ക് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് അവിടെ എഴുതാൻ പറ്റും. കോസ്റ്റ് ഷീറ്റ് പഠിച്ച ഒരാൾക്ക് അത് ചെയ്യാം. ഇനി ലിഫോ ഫിഫോ പഠിക്കാണ്ട് എന്തായാലും ഒരാൾ കോസ്റ്റ് എക്സാം എഴുതാൻ വരില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെയും അവർക്ക് ഏതെങ്കിലും ഒന്നെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ലിഫോ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഫിഫോ ആണെങ്കിൽ ഏതാണോ എളുപ്പം വെച്ചാൽ അതിനനുസരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ്. ഇങ്ങനെ പോലും ഒരു 60 to 70 വരെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാം. കാരണം ഇതിൻ്റെ എ പാർട്ട് വെരി വെരി സിമ്പിൾ എന്ന് പറയാം. ബി പാർട്ടാണ് ചിലപ്പോൾ കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവുക. പക്ഷേ സി പാർട്ട് വളരെ ഈസിയാണ്. കാരണം കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്തായാലും എഴുതാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ കോസ്റ്റ് ഷീറ്റ് പഠിച്ച ഒരാൾക്ക് അത് എഴുതാം, അല്ലെങ്കിൽ എന്തായാലും ലിഫോ ഫിഫോലത്തെ ഒരു മെത്തേഡ് എഴുതുകയാണെങ്കിൽ അവിടെ നല്ല മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക്